ഒരു പുറപ്പാട് വസ്തുത നിർവ്വാഹമുണ്ട്. അപ്പം നിങ്ങൾ രണ്ട് പേരുടെ വായിച്ചാൽ പുറപ്പാട് വസ്തു 22 ആ സമയത്ത് നേരം വെച്ചാൽ അല്ലേ ഏജ് 19 കേട്ടോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ രക്ഷിതാവിനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ, അകതാരിലുണർവിൻ്റെ പരിനീരുതൂകിനി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തിലെ നിവാസികളെ ആസ്വദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അബദ്ധങ്ങളും ഇവരെ കാത്തോലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്ങനത്തെ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങൾ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിലെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കാൻ അന്ധകാരം നടക്കില്ല എന്ന നിശ്ചിത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമാകട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യന നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു.
അക്ഷയമവനുടെ ആത്മാവേ ഉത്തമരക്ഷയുമേകുന്നു. സ്ഥലത്തിന്റെ നാഥ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളങ്ങെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശബ്ദമുയർത്തേ പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്യനുമായ കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഈജിപ്തിൽ നിന്ന് ദൈവം മൂശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിന് ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്ന ദൈവം. നമ്മുടെ സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാറീശ നമ്മുടെ കർത്താവായ ശംസികായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ചോടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കിയോസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാന ധനികനുമായിരുന്നു. യേശു ഒരാളെ കാണാൻ ആഗ്രഹിച്ചു. പൊക്കം കൊള്ളുവാൻ ജനക്കൊണ്ടൊന്നും സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി മുമ്പേ അവിടെ ഒരു സിക്കമ മർത്തി കയറിയിരുന്നു. യേശു അതിനെ കടന്നു പോയിരുന്നത്. അവിടെ എത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു: സക്കിയോസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപുറത്തും പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കിയോസ് എഴുന്നേറ്റ് പറഞ്ഞു: കർത്താവേ, ഇതാണ്ട് സ്വത്തിൽ പകുതി ഞാൻ നിരന്തരം കൊടുക്കുന്നു. ആരുടെയെങ്കിലും ഭവനം 4 ഇരട്ടിയായി തിനെ കൊടുക്കുന്നു. യേശുവിനോട് പറഞ്ഞു: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയുടെ കർത്താവേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തു നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ, അങ്ങയുടെ പുതിയ കൽപ്പന സുഖയോടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോട് അനുകമ്പ കാണിക്കുവാനും ജീവിതകൃത്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിന്റെ മറ്റുകളെ സന്തോഷം സഹിച്ചുകൊണ്ട് അങ്ങേ പിന്തുടരുവാൻ തിരുക്കുടുംബത്തിന് മാതൃകയും സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങേ പ്രാപിക്കുവാൻ ഈജിപ്തിലെ അടിമത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടത്തിൽ രക്ഷിച്ച് കാരുണ്യവാനായ കർത്താവേ, ഈ കുടുംബത്തെ അങ്ങ് ആസ്വദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹം നൽകിയതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും താഴ്ന്ന ഞങ്ങളുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ മാതാപിതാക്കളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നവരാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. അങ്ങേ തിരുക്കുമാരൻ ജീവനപ്രദനായ ദൈവമേ, ഭവനത്തിലുള്ള കർത്താവിന്റെ രൂപങ്ങളെല്ലാം ആസ്വദിക്കണമേ. അങ്ങയുടെ മുഖത്തിന് പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളെല്ലാം ഞങ്ങൾ കർത്താവ് വിശംസിന്റെ ഓർമ്മ ഇവരിൽ നിലനിർത്തട്ടെ. ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഈ രൂപത്തിന് മുമ്പ് ഒരുമിച്ച് കൂടുമ്പോൾ
അങ്ങ് ഇവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ചവരെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴെപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി ലോകത്തെ രക്ഷിക്കുവാൻ അങ്ങനെ ദീർഘമാനം നിയോഗിച്ച ദൈവമേ, രക്ഷകരമായി ഭവനത്തിലുള്ള എല്ലാ ക്രൂശ് രൂപങ്ങളെ ആസ്വദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ ജീവനുമായ വിശ്വയുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഇവരെ സഹായിക്കണമേ. കുരിശിനൊരാൾത്താൽ ശത്രുക്കളുടെ രക്ഷ പ്രാപിക്കട്ടെ. അനുഭവത്തിന്റെയും മരണത്തിന്റെയും സജീവസ്ഥ നടത്തുവാൻ ഈ ക്രൂശ് രൂപങ്ങളെല്ലാം ഇവരെ സഹായിക്കട്ടെ. പിതാപുത്രനും സർവേശ്വരായ പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോട് അങ്ങേ കണ്ടെത്തുവാൻ ഇവരെ സഹായിക്കണമേ. പിതാപുത്രനും സർവേശ്വരായ പരിശുദ്ധമേ, ഭവനത്തിലുള്ള എല്ലാ ജവമാലയും കൊണ്ടേ ആസ്വദിക്കണമേ. വിശ്വാസ ജീവിതത്തെയും മരണത്തെയും മഹനീയമായി ഉത്ഥാനത്തെ ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കാൻ ഇവരെ സഹായിക്കണമേ. സന്തോഷവും ദുഃഖത്തിലും സമൃദ്ധരായി ജീവിക്കുവാൻ ഇവരെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെഞ്ചരിച്ച് തീരുന്ന വരെ നമുക്ക് ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാം. സർവശുദ്ധനായ പിതാവും പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ഭവനം നിർണയികമായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. Oh, it's okay. അടച്ചു.
ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ ബലഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ ബലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, വിശുദ്ധ മർഗരീത്ത മറിയമേ, വിശുദ്ധ തോമസ് ലീഹായെ, വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, സഹായിലേ, സകല വിശുദ്ധരെ, സകല രക്തസാക്ഷികളെ, സകല വാഴ്ത്തപ്പെട്ടവരെ, സകല മാലാഹമാരെ, ഞങ്ങളുടെ കാവൽ മാലാഹമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, പരിശുദ്ധ പരമദിവിഹാരുണ്യ ഈശോയ്ക്ക് എത്രയും ദയുള്ള മാതാവേ, കോടി വന്ന എന്റെ സഹായം ആഴ്ചയിൽ ഒരുവനെ ലോകത്തിക്കെല്ലാം നോക്കണമേ. രാജിയെ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ പറയുന്നു പാപിയായ ഞാൻ യാതെ കാത്തുകൊണ്ട് നൽകുന്നു. മാതാവേ, എന്റെ മേൽ വിഷമിക്കാതെ യാപൂർവം കെട്ടണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും കുടുംബത്തോടെ ഭവനത്തോടും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഈശ്വരത്തിന്റെ ഭവനത്തെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും മക്കളെ നമ്മളെയും പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഈശ്വരത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ മക്കളും തലമുറകളിലും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും ഈ ഭവനത്തിനും വാഹനയാത്രയ്ക്കും കുഞ്ഞുങ്ങളുടെ ജോലി മേളം കുഞ്ഞുങ്ങളുടെ പഠനം എല്ലാ മേളം ഉണ്ടാകട്ടെ. ഭാഗ്യത്തിനുണ്ടാകട്ടെ. കഥാപരാധോട് നീ അനുഗ്രഹമാണല്ലോ. ജനതകളും ദേശവും വിശ്വവും സംരക്ഷണവും ഇവിടെ ഒരുപാട് പേരാണ് എനിക്ക് ദൈവം നൽകട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവെ, അങ്ങ് സമർത്ഥമായി സ്വർഗത്തിൽ നിന്ന് ഇവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നിയമങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ വിമല ഹൃദയത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശ്വരനിശ്ചയിക്ക് സ്വീകരിക്കട്ടെ. ഈശ്വരനിശ്ചയ സ്വീകരിക്കട്ടെ. അപ്പം ഞാൻ അവിടെ പോയി പാചകമുണ്ട് ഹലോ.
അത് മതിയാവും. It will take time, not just open. It will take more time, I think. ണ്ട് ശരിയായിരിക്കും നല്ലത്. പൊന്തിങ് വന്നാൽ മതി. കേട്ടോ നേരത്തെ എന്നിട്ടാണോ ഇടൻ ഇടൻ ബാബു കമോണ്ട ഇനിയിപ്പോ അത് വെച്ചിട്ട് ചിലപ്പോ മുടി കുറവ്